Dear students, good morning all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻസ് വിത്ത് സെപ്പറബിൾ കേണൽസ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു. അപ്പോൾ അതിൽ സെപ്പറബിൾ കേണൽസ് വരുന്ന കേസും ആ വരുന്ന കേസിൽ വരുന്ന ഇൻ്റഗ്രൽ ഇക്വേഷനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ y of x is equal to f of x plus lambda integral a to b k of xi y of psi d psi എന്നുള്ള ഫോമിൽ വരുന്ന ഇക്വേഷൻസ് ആണ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻസ്. അതിൽ സെപ്പറബിൾ കേണൽ ആണ് എങ്കിൽ k of xi നെ നമുക്ക് സിഗ്മ n = 1 to n fn x gn psi എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ സൊല്യൂഷൻസ് വരുന്നത് f of x y of x is equal to f of x plus lambda sigma n = 1 to n fn cn എന്നുള്ള ഫോമിലായിരിക്കും. ഇനി ഇതിൽ cn എന്നുള്ള കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസ് ആണ് ഇതിലെ സൊല്യൂഷനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് 3 കേസുകൾ വരുന്ന കേസും അതിന്റെ സൊല്യൂഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോബ്ലം y of x is equal to f of x plus lambda integral 0 to 1 minus 3 xi y of psi d psi. ഇവിടെ കേർണൽ k of xi എന്നുള്ളത് 1 minus 3 xi എന്നാണ് വരുന്നത്. ഇതിനെ നമുക്ക് സെപ്പറബിൾ കേർണൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. f1x is equal to 1, g1x is equal to 1. അങ്ങനെയാണെങ്കിൽ f1 into g1 equal to 1 എന്ന് കിട്ടും. അതേപോലെ f2 equal to minus 3x, g2 equal to psi. അങ്ങനെയാണെങ്കിൽ f2 g2 equal to minus 3x psi എന്ന് കിട്ടും. അപ്പോൾ k of xi എന്നുള്ളതിനെ f1 g1 plus f2 g2 എന്നുള്ള ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാവുമ്പോൾ y of x is equal to f of x plus lambda integral 0 to 1 f1 g1 plus f2 g2 y of psi d psi എന്നുള്ള ഫോമിൽ വന്നു. ഇനി ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ f of x plus lambda എല്ലാ ടേമിലും കോമൺ ആണ്. f1 into integral 0 to 1 g1 psi y of psi d psi plus f2 integral 0 to 1 g2 psi y of psi d psi. കാരണം f1 എന്ന് പറയുന്നത് f1 എക്സിലുള്ള ഫംഗ്ഷൻ ആണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു psi ആണ്. അപ്പോൾ f1 നെ നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെയാവുമ്പോൾ ദിസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് f of x is equal to f of x plus lambda into f1 c1 plus f2 c2. ഇനി നമുക്ക് ഇതിൽ c1 ന്റെയും c2 ന്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് വേണ്ടത്. വേർ c1 equal to integral 0 to 1 y of psi d psi and c2 equal to integral 0 to 1 psi into y of psi d psi. ഇവിടെ y of psi into d psi എന്ന് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ f1 equal to 1 ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ കേസിൽ f1 equal to f അല്ല g1 equal to 1 ഉം g1 equal to g2 equal to psi ആണ്. അതുകൊണ്ടാണ് c1 ഉം c2 ഉം ഈ ഒരു ഫോമിൽ വന്നത്. ഇനി നമ്മൾ ഇതിൽ നേരത്തെ ചെയ്ത പോലെയുള്ള നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ തിയറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓരോ ടേമിനെയും ഇതിലുള്ള ഓരോ ടേമിനെയും ഇക്വേഷൻ 2ലുള്ള ഓരോ ടേമിനെയും g1 g2 എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രൽ a to b ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോമിലുള്ള ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യണം. ലീനിയർ ഇക്വേഷൻസ് വരുന്നത് 1 minus lambda alpha 1 c1 minus lambda alpha 1 c2 ഇവിടെ രണ്ട് ടേമുകളാണ് വരുന്നത് ഈക്വൽ ടു ബീറ്റ 1 മൈനസ് ലാംഡ ആൽഫ 1 c1 പ്ലസ് 1 മൈനസ് ലാംഡ ആൽഫ 2 c2 ഈക്വൽ ടു ബീറ്റ 2 എന്നുള്ള ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു കേസിൽ ഫോം ചെയ്യാം. ഇക്വേഷൻസ് വരും 1 മൈനസ് ലാംഡ ആൽഫ 1 c1 മൈനസ് ലാംഡ ആൽഫ 1 c2 ഈക്വൽ ടു ബീറ്റ 1 മൈനസ് ലാംഡ ആൽഫ 1 c1 പ്ലസ് 1 മൈനസ് ലാംഡ ആൽഫ 2 c2 ഈക്വൽ ടു ബീറ്റ 2. ഇനി നമുക്ക് ഇതിൽ ആൽഫ 1 ആൽഫ 12 ബീറ്റ ആൽഫ 21 ആൽഫ 22 ബീറ്റ 1 ബീറ്റ 2 എന്നുള്ളവയുടെ വാല്യൂസ് കാണാം. ആൽഫ 11 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to 1 g1x f1x dx. ഓക്കെ, അപ്പം f1 ഉം g1 ഉം 1 ആണ് വരുന്നത്. ഇന്റഗ്രൽ 0 to 1 dx equal to 1. ആൽഫ 12 ഇന്റഗ്രൽ 0 to 1 g1x f2x dx. So g1 equal to 1 and f2 equal to minus 3x. So it's equal to integral 0 to 1 minus 3x dx is equal to minus 3 into x square by 2 or limit 0 to 1 minus 3 by 2. Alpha 12 equal to again we get 1 by 2. Alpha 22 equal to minus 1.
beta 1. Beta 1 equal to, we know that integral 0 to beta 1 is equal to integral 0 to integral a to b fx into gix dx ആണ് beta യുടെ value. So it's equal to integral 0 to 1 fx into g1x dx. So it's equal to here g1 equal to 1 integral 0, so integral 0 to 1 f of x dx, beta 2 equal to integral 0 to 1 x into f of x dx. So the equations, the above equations becomes, ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് ലാംഡ c1 പ്ലസ് 3/2 ലാംഡ c2 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 f of x dx മൈനസ് ലാംഡ ബൈ 2 c1 പ്ലസ് 1 പ്ലസ് ലാംഡ c2 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 x into f of x dx. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവയുടെ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഡെൽറ്റ ആണ്. ഡെൽറ്റ ഈക്വൽ ടു 1, ഇവിടെ കോഎഫിഷ്യന്റ് മാട്രിക്സ് വരുന്നത് 1 മൈനസ് ലാംഡ 3/2 ലാംഡ 1 മൈനസ് 2 ലാംഡ 1 പ്ലസ് ലാംഡ. ഡിറ്റർമിനന്റ് കാണുന്ന സമയത്ത് നമുക്ക് 1 മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്നുള്ളത് കിട്ടും. ലാംഡ ഈക്വൽ ടു 0 ആവുന്ന കേസ്, ലാംഡ ഈക്വൽ ടു 0 ആവുന്ന കേസിലാണ് നമുക്ക് ഇവിടെ ഐഗൺ വാല്യൂസ് കിട്ടുക. അപ്പൊ ലാംഡ ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു അല്ല, ഡെൽറ്റ ഈക്വൽ ടു 0 കിട്ടുന്ന കേസിലാണ് നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടുക. ഇപ്പൊ ഡെൽറ്റ ഈക്വൽ ടു 0 കിട്ടുന്ന വാല്യൂസ് വരുന്നത് 1 മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 0 ഓർ ലാംഡ സ്ക്വയർ ഈക്വൽ ടു 4 which implies ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. സോ ദി ഐഗൺ വാല്യൂസ് ആർ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. ഇനി ഫസ്റ്റ് കേസ് fx ഐഡന്റിക്കലി 0 ആവുന്ന കേസ്, fx 0 ആണ് എങ്കിൽ ലാംഡ ഈക്വൽ ടു, ഇഫ് ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2, fx 0 ആണ്, ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ ഇവിടെ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ വരുള്ളൂ. ദെൻ yx is equal to 0 is the unique solution, trivial solution. y equal to 0 എന്നുള്ള ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ വരുള്ളൂ. ഇനി ലാംഡ ഈക്വൽ ടു 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഗൺ വെക്ടേഴ്സ് കിട്ടും. ഐഗൺ വെക്ടേഴ്സ് എങ്ങനെയാണ് വരുന്നത് എങ്കിൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ 3 and 4 നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ഈ രണ്ട് ഇക്വേഷൻസിൽ നമ്മൾ ലാംഡയുടെ വാല്യൂസ് ലാംഡ ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മൈനസ് c1 പ്ലസ് 3c2 ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും മൈനസ് c1 പ്ലസ് 3c2 ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ c1 ഈക്വൽ ടു 3c2 എന്നുള്ള ഫോമിൽ വന്നു. c1 ഈക്വൽ ടു 3c2 എന്നുള്ള ഫോമിൽ വന്നു. ഇതിനെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 2 നമ്മൾ എഴുതിയിട്ടുള്ളത് fx is equal to ലാംഡ into f1 c1 plus f2 c2 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡയുടെ വാല്യൂ ലാംഡ ഈക്വൽ ടു 2 ആണ്, fx ഈക്വൽ ടു 0 ആണ്, 3 into c2 f1 plus c2 f2, നമ്മൾ c1ന് 3c2 എന്നുള്ള വാല്യൂ കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 6 into c2 into 1 minus x എന്നുള്ള ഫോമിൽ വന്നു. 6c2 into 1 minus x എന്നുള്ള ഫോമിൽ വന്നു. ഇവിടെ 6c2 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അതിന് രണ്ട് ടേം എഴുതുന്നതിന് പകരം നമ്മൾ സിംഗിൾ ടേം ആയിട്ട് a into 1 minus x എന്ന് എഴുതി. അപ്പോൾ where a equal to 6c2. അപ്പോൾ ലാംഡ ഈക്വൽ ടു 2 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻ വരുന്നത് a into 1 minus x എന്നുള്ള ഫോമിൽ വന്നു. ഇതിലെ കോൺസ്റ്റന്റ് മാറ്റി വരുത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1 minus x. സോ y equal to 1 minus x is the characteristic function corresponding to lambda equal to 2. ലാംഡ ഈക്വൽ ടു 2 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ y of x is equal to 1 minus x എന്നുള്ളതാണ്. ഇനി ലാംഡ ഈക്വൽ ടു -2 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ 3ലും 4ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3c1 minus 3c2 equal to 0 or c1 minus c2 equal to 0, we are getting c1 equal to c2. ഇതിനെ വീണ്ടും ഇക്വേഷൻ 2ൽ വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന y of x is equal to fx 0 വരുന്ന കേസാണ് നമ്മൾ എടുത്തുള്ളത് 0 പ്ലസ് ലാംഡ into c1 f1 plus c2 f2. c1 equal to c2 ആണ്. അപ്പം -2 c1 minus 3 c1x. അപ്പം ഇതിനെ നമുക്ക് -2 c1 into 1 minus 3x എന്നുള്ള ഫോമിൽ കിട്ടി. സോ ഇറ്റ്സ് ഈക്വൽ ടു b into 1 minus 3x where b equal to -2 c1. Therefore y of x is equal to 1 minus 3x is the characteristic function corresponding to lambda equal to -2. ലാംഡ -2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കിട്ടി. Hence if fx is identically 0, any solution of 1 is of the form y of x is equal to c1 into 1 minus x plus c2 into 1 minus 3x.
C1 into first characteristic function plus C2 into second characteristic function എന്നുള്ള ഫോമിലാണ്. ഈ fx 0 ആണ് എങ്കിൽ, fx ഐഡന്റിക്കലി 0 ആണ് എങ്കിൽ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് വരും. ഇനി കേസ് 2 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കേസ് 2ല് capital Fx not equal to is 0. Fx is not identically 0 ആവുന്ന കേസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കേസ് 2 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്കൊന്ന് നോക്കാം. കേസ് 2ല് നമ്മൾ പറഞ്ഞത് if the function fx is not identically 0 but orthogonal to all the functions g1x, g2x, etc. gnx, then all bm's vanish, that is all the right side of the equations will vanish again as in the previous case, c1 equal to 0 to c2 equal to 0, which leads the solution y equal to f of x എന്നുള്ള സൊല്യൂഷൻസ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഐഡന്റിക്കലി 0 അല്ല, പക്ഷെ g1 ഉം g2 എല്ലാം b1 തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് g1 നും g2 നും എല്ലാം ഓർത്തോഗണലാണ്. അതായത് ഇന്റഗ്രൽ 0 to 1 f1x into f of x into g1x dx ഇന്റഗ്രൽ a to b f of x into g2x dx എന്നുള്ള ഇന്റഗ്രൽസ് എല്ലാം 0 വരികയാണ് എങ്കിൽ വീണ്ടും ഈ ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ് 0 വരും. റൈറ്റ് സൈഡ് 0 വരുമ്പോൾ y equal to f of x എന്നുള്ളത് മാത്രമായിരിക്കും സൊല്യൂഷൻ വരുന്നത്. അപ്പം ഇവിടെ അതേപോലെയാണ് വരുന്നത്. കേസ് 2ല് fx not equal to 0 ആണ്, lambda not equal to plus or minus 2. lambda plus not equal to plus or minus 2 എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പ് നമ്മൾ കേസിൽ പറഞ്ഞ ആൾസോ ഇൻ പാർട്ടിക്കുലർ എഫ് ഓഫ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു g1x and g2x. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് g1 നും g2 നും ഓർത്തോഗണൽ ആണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ വീണ്ടും c1 equal to c2 equal to 0 എന്ന് വരും. ഹെൻസ് y equal to f of x is the unique non trivial solution. അപ്പം ഈ കേസിലാണ് എങ്കിലും y equal to f of x എന്നുള്ളതാണ് യുണീക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ വരുന്നത്. ഇനി നമ്മൾ കേസ് 3ൽ പറഞ്ഞതാണ് നമ്മൾ ഇവിടെ കേസ് 2 എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. f of x not equal to 0 if lambda not equal to plus or minus 2, then it has unique solution. അതായത് ഡിറ്റർമിനന്റ് വാനിഷ് ചെയ്യുന്നില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസിൽ ഇക്വേഷൻ 3 and 4 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് വാനിഷ് ചെയ്യുന്നില്ല, ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഡിറ്റർമിനന്റ് വാനിഷ് ചെയ്യുന്നില്ല, റൈറ്റ് സൈഡ് 0യും അല്ല. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് യുണീക് സൊല്യൂഷൻ ആണ് വരിക. ആ യുണീക് സൊല്യൂഷൻ ഏതാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ റൈറ്റ് സൈഡ് ഇന്റഗ്രൽ 0 to 1 f of x dx എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. കോൺസ്റ്റന്റ് എഫ് ഓഫ് എക്സിന് വാല്യൂ തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ഇവിടെ വാല്യൂ തരാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ യുണീക് സൊല്യൂഷൻ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി നമുക്ക് ലാംഡന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 2 അല്ലാത്ത കേസ്, ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആകുന്ന കേസിൽ നമ്മൾ പറഞ്ഞു ഈ യുണീക് സൊല്യൂഷൻ വരുന്നത്. യുണീക് സൊല്യൂഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ഇനി ലാംഡ ഈക്വൽ ടു 2 ലാംഡ ഈക്വൽ ടു മൈനസ് 2 വരുന്ന സമയത്ത് ഒന്നുകിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നോ സൊല്യൂഷൻ എന്നുള്ള കേസ് വരാം. അപ്പോൾ ഇഫ് ലാംഡ ഈക്വൽ ടു 2, ലാംഡ ഈക്വൽ ടു 2 ആണ് എങ്കിൽ ഇക്വേഷൻ 3ഉം 4ഉം വരുന്നത് മൈനസ് c1 plus 3c2 equal to integral 0 to 1 f of x dx minus c1 plus 3c2 equal to integral 0 to 1 x into f of x dx എന്നുള്ള ഫോമിൽ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെയിം ലെഫ്റ്റ് സൈഡിൽ സെയിം ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്. ഇന്റഗ്രൽ 0 to 1 f of x dx ഉം ഇന്റഗ്രൽ 0 to 1 x into f of x dx 1നും സെയിം വാല്യൂ ആണ് വരുന്നത്. പക്ഷെ അങ്ങനെ സെയിം വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവണം. അതായത് ഇന്റഗ്രൽ 0 to 1 1 minus x into f of x dx is equal to 0 എന്നുള്ള ഫോമിൽ വരണം. Therefore, it has a solution if f of x is orthogonal to the characteristic function corresponding to lambda equal to 2. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കേസിൽ വരികയാണെങ്കിൽ ഈ ഒരു ഇന്റഗ്രൽ 0 to 1 1 minus x into f of x dx is equal to 0 വരുന്ന കേസിൽ മാത്രമേ ഇതിന് സൊല്യൂഷൻസ് വരുള്ളൂ. ആ കേസിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരും. അല്ലാത്ത കേസുകളിലൊന്നും ഒരു സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യില്ല, നോ സൊല്യൂഷൻ ആണ് വരിക. അപ്പോൾ ഈ കേസ് ആണ് എങ്കിൽ ഈ ഒരു ഇന്റഗ്രൽ 0 ആണ് എങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആയിട്ടുള്ള 1 മൈനസ് എക്സ് എന്നുള്ളതിന് ഓർത്തോഗണൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാംഡ 2 ആവുന്ന കേസിൽ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് c1 plus 3c2 equal to integral 0 to 1 f of x dx
എന്നുള്ള ഫോമിൽ കിട്ടും. നമുക്ക് നേരത്തെ നേരത്തെ നമ്മൾ ഫോം ചെയ്ത ഇക്വേഷനിൽ ഇക്വേഷനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണ് എങ്കിൽ C1 ഈക്വൽ ടു 3C2 മൈനസ് ഇന്റഗ്രൽ 0 to 1 f of x dx എന്നുള്ള ഫോമിൽ കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ C1ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വേഷൻ 2 വരുന്നത് C1ന്റെയും C2ന്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോൺസ്റ്റന്റ് C1 നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. അപ്പം y of x is equal to f of x plus lambda C1 f1 plus lambda C2 f2 എന്നുള്ളത് C1ന് നമ്മൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3C2 മൈനസ് ഇന്റഗ്രൽ 0 to 1 f of x dx എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുന്ന f of x മൈനസ് 2 into ഇന്റഗ്രൽ 0 to 1 f of x dx പ്ലസ് 6C2 മൈനസ് 6xC2 എന്നുള്ള ഫോമിൽ വന്നു. ഓർ ഇതിനെ നമുക്ക് f of x മൈനസ് 2 into ഇന്റഗ്രൽ 0 to 1 f of x dx പ്ലസ് 6C2 into 1 minus x എന്നുള്ള ഫോമിൽ എഴുതി. അല്ലെങ്കിൽ f of x മൈനസ് 2 ഇന്റഗ്രൽ 0 to 1 f of x dx പ്ലസ് a into 1 minus x എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അപ്പം ലാംഡ ഈക്വൽ ടു 2 വരുന്ന സമയത്ത് ഈ ഒരു ഫോമിലാണ് ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരാം. എന്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരാം. ഇനി അതേപോലെ ലാംഡ ഈക്വൽ ടു -2 വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള കേസ് ആണ് വരുന്നത്. ഇക്വേഷൻ 3ഉം 4ഉം 3C1 മൈനസ് 3C2 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 f of x dx എന്നുള്ള ഫോമിൽ വന്നു. ഓർ C1 മൈനസ് C2 ഈക്വൽ ടു 1/3 ഇന്റഗ്രൽ 0 to 1 f of x dx എന്നുള്ള ഫോമിൽ കിട്ടി. C1 മൈനസ് C2 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 x into f of x dx എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പം ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ. ഇതിന് ഒരു സൊല്യൂഷൻസ് ഉണ്ടാവണം എന്നുണ്ട്. സൊല്യൂഷൻസ് അൺലെസ് ഇതിന് സൊല്യൂഷൻസ് ഉണ്ടാവുന്നത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസിനും ഇന്റഗ്രൽ 0 to 1 x f of x ഉം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് ഇക്വേഷൻസിന്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇക്വേഷൻസ് സൊല്യൂഷൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 1/3 into ഇന്റഗ്രൽ 0 to 1 f of x dx എന്നുള്ളതും ഇന്റഗ്രൽ 0 to 1 x into f of x dx എന്നുള്ളതും സെയിം ആവണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1 1 minus 3x into f of x dx is equal to 0 എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇതിനെ നമ്മൾ it has a solution if and only if f of x is orthogonal to the characteristic function corresponding to lambda equal to -2, that is this one equal to 0. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇക്വേഷൻ 1 C1 മൈനസ് C2 ഈക്വൽ ടു ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനെ നമുക്ക് C1 മൈനസ് C2 ഈക്വൽ ടു 1/3 into ഇന്റഗ്രൽ 0 to 1 f of x dx എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇതിനെ C1 ഈക്വൽ ടു C2 പ്ലസ് 1/3 into ഇന്റഗ്രൽ 0 to 1 f of x dx എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് C1 കിട്ടി. ഈ C1നെ നമുക്ക് ഈ C1ന്റെ വാല്യൂ നമ്മൾ രണ്ടാമത്തെ C1ന്റെയും C2ന്റെയും വാല്യൂ ഇക്വേഷൻ 2 y of x is equal to f of x plus lambda C1 f1 plus C2 f2 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ നേരത്തെ അതേപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ f of x minus 2/3 into ഇന്റഗ്രൽ 0 to 1 f of x dx plus b into 1 minus 3x എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. എഗെയിൻ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്ന കേസ് വരും. ഓക്കെ, ഇതേ സെഷനിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രോബ്ലംസ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ solve the integral equation y of x is equal to f of x plus lambda integral 0 to pi cos of x plus psi y of psi d psi by the method of separable kernel. അപ്പോൾ ഇവിടെ കേർണൽ വരുന്നത് k of xi equal to cos of xi x plus i എന്നുള്ളതാണ്. cos a plus b equal to cos a cos b minus sin a sin b. so cos x cos i minus sin x sin psi എന്നുള്ള ഫോമിൽ എഴുതാം. f1 equal to cos x, g1 equal to cos i, f2 equal to minus sin x, g2 equal to sin psi എന്ന വാല്യൂസ് കൊടുക്കുക. അങ്ങനെയാണ് എങ്കിൽ ഇക്വേഷൻ 1ന്റെ സൊല്യൂഷൻസ് വരുന്നത് y of x is equal to lambda into f1 c1 plus f2 c2 എന്നുള്ള ഫോമിലായിരിക്കും. where c1 equal to integral 0 to 2 pi g1 y of x dx it's equal to integral 0 to 2 pi cos x into y of x dx. c2 equal to ഇതേപോലെ g2 കൊടുക്കുക integral 0 to 2 pi sin x y of x dx.
അങ്ങനെയാണ് എങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ഇതിന്റെ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തുള്ള ഇക്വേഷൻസ് ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യാം. 1 മൈനസ് ലാംഡ ആൽഫ 11 c1 മൈനസ് ലാംഡ ആൽഫ 12 c2 ഈക്വൽ ടു ബീറ്റ 1 മൈനസ് ലാംഡ ആൽഫ 21 c1 പ്ലസ് 1 മൈനസ് ലാംഡ ആൽഫ 22 c2 ഈക്വൽ ടു ബീറ്റ 2 എന്നുള്ള ഫോർമുല ഇക്വേഷൻസ് കിട്ടി. ഇതിൽ നിന്ന് ആൽഫ 11 ആൽഫ 12 ആൽഫ 21 ആൽഫ 22 എന്നിവയുടെ വാല്യൂസ് കാണാം. ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഡയറക്റ്റ് ഇന്റഗ്രേഷൻസ് ആണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽഫ 1 ഈക്വൽ ടു പൈ, ആൽഫ 12 ഈക്വൽ ടു 0, ആൽഫ 21 ഈക്വൽ ടു 0, ആൽഫ 22 ഈക്വൽ ടു പൈ എന്നുള്ള വാല്യൂസ് കിട്ടി. അതിനെ നമ്മൾ ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ പൈ c1 പ്ലസ് 0 ഇൻറ്റു c2 എന്നാണ് വരിക. അപ്പം ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു 2 പൈ cos x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതേപോലെ c2 എന്നുള്ള ആൽഫ 21 0 ആണ്. സോ 0 പ്ലസ് 1 പ്ലസ് ലാംഡ പൈ c2 ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു 2 പൈ sin x എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിൽ വന്നു. അപ്പൊ ഇവിടെ ഡിസ്ക്രിമിനന്റ് വരുന്നത് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വരുന്നത് 1 മൈനസ് ലാംഡ പൈ 0 1 പ്ലസ് ലാംഡ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 1 മൈനസ് ലാംഡ സ്ക്വയർ പൈ സ്ക്വയർ എന്ന് കിട്ടി. ഓർ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ. സോ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ എന്നുള്ളതായിരിക്കും ഇവിടെ ഐഗൺ വാല്യൂസ് വരുന്നത്. ഇനി വെൻ എഫ് എക്സ് ഐഡന്റിക്കലി 0 ആവുന്ന കേസ്, നമ്മൾ നേരത്തെ കേസ് 1ൽ വരുന്നത് വെൻ എഫ് എക്സ് ഈസ് ഐഡന്റിക്കലി 0 ഇഫ് ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ ലാംഡ, ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ബൈ ലാംഡ അല്ല എങ്കിൽ ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ബൈ പൈ അല്ല എങ്കിൽ ഇക്വേഷൻ 1 ഹാസ് ദി യൂണിക് സൊല്യൂഷൻ yx is equal to 0 which is the trivial solution. ഇനി ഇഫ് ലാംഡ ഈക്വൽ ടു 1 ബൈ പൈ ആണ് എങ്കിൽ നമ്മൾ ഇക്വേഷൻ എയിലും ബിയിലും, ഇക്വേഷൻ എ ബി എന്നുള്ള രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തതിൽ എയിലും ബിയിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ഈക്വൽ ടു 1 ബൈ പൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ വരുന്നത് 1 മൈനസ് 1 by pi into pi, that is 1 minus 1 into c1, that is 0, left side 0 വരും, റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന കേസാണ്, റൈറ്റ് സൈഡ് 0 വരും. നമുക്കൊരു അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻസ് ഒന്നും കിട്ടില്ല. ഇഫ് ലാംഡ ഈക്വൽ ടു ഇക്വേഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇക്വേഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 plus 1 by pi into pi, that is 1 plus 1, 2 into c2 equal to 0 എന്നുള്ള ഫോമിൽ വരും. 2 into c2 equal to 0 or c2 equal to 0 എന്നുള്ള ഫോം നമുക്ക് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ ഇക്വേഷൻ 2 equal to c2 0 ആണ് എങ്കിൽ ഇക്വേഷൻ 2 എന്നുള്ളത് y of x is equal to lambda into f1 c1 plus 0 എന്നുള്ള ഫോമിൽ വരും. ദാറ്റ് ഈസ് ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 by pi ആണ്. 1 by pi വരുമ്പോൾ 1 by pi into c1 into cos x എന്നുള്ള ഫോമിൽ വന്നു. or it's equal to a cos x എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, where a equal to c1 by pi. അപ്പം ലാംഡ ഈക്വൽ ടു 1 by pi എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വരുന്നത് y of x is equal to cos x എന്നുള്ളതാണ്. ഇനി ഇതേപോലെ ഇഫ് ലാംഡ ഈക്വൽ ടു മൈനസ് 1 by pi, ലാംഡ ഈക്വൽ ടു മൈനസ് 1 by pi ആണ് എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2c1 equal to 0 എന്ന് കിട്ടും, c1 equal to 0 എന്നുള്ള ഫോമിൽ കിട്ടും. ഇനി അതേപോലെ ഇക്വേഷൻ ബിയിലാണ് എങ്കിൽ നമുക്ക് രണ്ട് സൈഡും 0 ആവുന്ന കേസാണ് വരുന്നത്, കണ്ടീഷൻസ് ഒന്നും കിട്ടുന്നില്ല. ഇനി c1 equal to 0 എന്നുള്ളത് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y of x is equal to lambda f2 c2 or minus 1 by pi into minus sin x into c2 എന്നുള്ള ഫോമിൽ വരും, or c by pi sin x എന്നുള്ള ഫോമിൽ കിട്ടി. അപ്പോൾ ഇതിനെ a into sin x എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും, where a equal to 2 by pi. Therefore y of x is equal to sin x is the corresponding characteristic function when lambda equal to minus 1 by pi. അങ്ങനെ വരുമ്പോൾ f of x ഐഡന്റിക്കലി 0 ആവുന്ന കേസിൽ ഇതിന്റെ സൊല്യൂഷൻസ് വരിക ഏതൊരു സൊല്യൂഷനും y of x is equal to c1 cos x plus c2 sin x എന്നുള്ള ഫോമിലായിരിക്കും വരുന്നത്. ഇനി കേസ് 2 when fx not equal to identically not equal to 0, fx identically not equal to 0 ആവുന്ന കേസ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് വരുന്ന കഴിഞ്ഞ കേസിൽ നമ്മൾ ഓർത്തോഗണൽ ആവുന്ന കേസ് നമ്മൾ പിന്നെ എടുക്കുന്നു. ഇഫ് ലാംഡ
നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ ലാംഡ ഈ 1 ബൈ പൈ ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ബൈ പൈ അല്ല എങ്കിൽ ഇക്വേഷൻ 1 ഹാസ് യൂണിക് സൊല്യൂഷൻ. ഇക്വേഷൻ ഹാസ് യൂണിക് സൊല്യൂഷൻ. ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ബൈ പൈ ആണ് എങ്കിൽ 1 ബൈ പൈ അല്ല എങ്കിൽ യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും. ആ യൂണിക് സൊല്യൂഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല, കാരണം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് യൂണിക് സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇൻ പാർട്ടിക്കുലർ എഫ് ഓഫ് എക്സ് ഈസ് orthogonal to both g1 and g2, that is integral 0 to 2 pi cos x into f of x equal to 0 and integral 0 to pi sin x into f of x dx is equal to 0 ആണ് എങ്കിൽ ഈ കേസിൽ y equal to f of x എന്നുള്ളതായിരിക്കും യൂണിക് സൊല്യൂഷൻ ആയിട്ട് വരിക. ഇനി കേസ് 3ൽ വരുമ്പോൾ if lambda equal to കേസ് 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസ് ആണ് വരുന്നത് f of x not identically 0 and lambda equal to lambda equal to plus or minus 1 by p എന്നുള്ള കേസ് വരുമ്പോൾ ഈ ഒരു g1 g2 എന്നുള്ളത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നില്ല, ഓർത്തോഗണൽ എന്നുള്ള കേസ് അല്ലാത്ത കേസ് വരുമ്പോൾ if lambda equal to 1 by pi വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ എ എന്നുള്ളത് എയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to 2 pi ലെഫ്റ്റ് സൈഡ് 0 വരും, ഇന്റഗ്രൽ 0 to 2 pi cos x into f of x dx എന്നുള്ളത് കിട്ടും. അതായത് ഇന്റഗ്രൽ 0 to 2 pi cos x fx dx is equal to 0 എന്നുള്ളത് കിട്ടും. ഇക്വേഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 into c2 ഇന്റഗ്രൽ 0 to 2 pi sin x into fx dx is equal to 0 എന്നുള്ളത് കിട്ടും. സോ c2 equal to 1 by 2 into integral 0 to 2 pi sin x into f of x dx. ഇതിനെ ഇക്വേഷൻ c2 ന് നമുക്ക് കിട്ടിയ വാല്യൂ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ f of x is equal to yx is equal to fx plus 1 by pi into c1 cos x plus 1 by pi into 1 by 2 into 0 to 2 pi sin x f of x dx into minus sin x എന്നുള്ള ആ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. c1ന്റെയും f1ന്റെയും വാല്യൂസ് c1 c2 f1 f2 എന്നുള്ളവയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ f of x plus a cos x minus sin x by 2 pi into 0 to 2 pi sin x into f of x എന്നുള്ള ഫോമിൽ കിട്ടും. ഇനി ലാംഡ ഈക്വൽ ടു മൈനസ് 1 ബൈ പൈ ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് c1 ഈക്വൽ ടു 1 by 2 pi into 0 to 2 pi cos x into f of x dx എന്നുള്ള ഫോമിൽ കിട്ടും. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y of x is equal to f of x plus b sin x minus 1 by 2 pi integral 0 to 2 pi cos x into f of x dx എന്നുള്ള ഫോമിലുള്ള സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ f of x ഈ ഒരു കേസിൽ f of x ഐഡന്റിക്കലി 0 അല്ലാത്ത കേസും ലാംഡയുടെ വാല്യൂ പ്ലസ് ഓ മൈനസ് 1 ബൈ പൈ ആവുന്ന കേസിലും പ്ലസ് 1 ബൈ പൈയോ മൈനസ് 1 ബൈ പൈയോ ആവുന്ന കേസിൽ നമ്മൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ് g1ഉം g2ഉം എഫിനോട് ഓർത്തോഗണൽ അല്ലാത്ത കേസിൽ സൊല്യൂഷൻസ് വരുന്നത് ഈ പറഞ്ഞ രണ്ട് ഫോമിലായിരിക്കും വരുന്ന സൊല്യൂഷൻസ് വരിക. ഈ സെഷനിൽ നിന്ന് രണ്ട് ഹോംവർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇതിൽ find the characteristic value and corresponding characteristic function for the equation y of x is equal to f of x plus lambda integral 0 to 2 pi sin of x plus sin y of psi d psi. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കോസിന് പകരം ഇവിടെ സൈൻ ആണ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അതിന് അതേപോലെ എഫ് എക്സ് ഈക്വൽ ടു 1 ആണ് എങ്കിൽ എഫ് എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻസ്. അപ്പൊ നമുക്ക് ഇവിടത്തേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് എങ്കിൽ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ സൈനും കോസും പല പ്രാവശ്യം എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യന് ഇവാലുവേറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.